നാട്ടുകാരെ നമ്മൾ കണ്ടുപിട്ടിരിക്കുന്നു അബുദാബിയിലെ KMCC. ഓൺലോക്സിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് UAEയുടെ നാഷണൽ ഡേ ആണ്. ഇന്ന് December 2. ഇന്നത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഫയർ ക്രാക്ക്, പിന്നെ എയർ ഷോ. ഇവിടുത്തെ ഫ്ലൈറ്റും കാര്യങ്ങളായിട്ട് നല്ല കിടിലം പോലത്തെ എയർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒക്കെയും കൂടിയിട്ട് നേരെ കോർണിഷിലായിരിക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്ന വിശേഷങ്ങളൊക്കെ ഇന്നത് കാണിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇപ്പോൾ അവിടെ എത്തണ്ടേ അക്കാണുന്ന ബിൽഡിംഗ് ആണല്ലേ, അറ്റ്ലാന്റിസ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര് വരുന്നത്. അവിടത്തേക്ക് നടന്നെത്തണം. അപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം ജനങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇവിടെ ഓരോ സ്ഥലങ്ങളിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ഹട്ട്, ഒരു സ്ഥലം സ്ഥാപിച്ചിട്ട് അവിടെ നിന്ന് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു വേറെ വൈബ് തന്നെ അവിടെ. ഞാനിപ്പോൾ ഉള്ളത് കോർണിഷിൻ്റെ റോഡിലാണുള്ളത്. അപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം പല അറബി ചെക്കന്മാരും ഇവിടുത്തെ കുട്ടികളൊക്കെ കൂടിയിട്ട് വരുന്ന വണ്ടിയിൽ സ്പ്രേ അടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്. നമ്മൾ സാധാരണ വണ്ടിയിലെല്ലാം ഇരിക്കുന്ന ആൾക്കാരാണ്. അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു വേറൊരു കാഴ്ച, സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള ചെറിയ പിഞ്ച് കുഞ്ഞുങ്ങളടക്കം എല്ലാ രീതിയിലുള്ള ആൾക്കാരും. വണ്ടീൻ്റെ അവസ്ഥ നോക്കി നോക്ക്. നമ്മൾ വൈകുന്നേര സമയത്താണ് ഇവിടെ എത്തിയത്. അപ്പം അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ ഈ റൂട്ടിലുണ്ട്. പിന്നെ എന്തെന്ന് വെച്ചാലും കുട്ടികൾ ഇവിടുന്ന് ഒരു തകർപ്പൻ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. സിഗ്നലിലിടുന്ന് വണ്ടി ഇവിടെ സ്റ്റോപ്പാക്കുന്ന സമയത്ത് കുട്ടികൾ നേരെ അവിടെ ഗ്ലാസ് താണ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സ്പ്രേ അടിച്ചിട്ട് അങ്ങ് അവരുടെ ആവേശം വേറെ തന്നെയാണ് കണ്ടാൽ. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടിയും കാര്യങ്ങളും സ്ഥലങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുന്ന് അടിപൊളി പരിപാടികളൊക്കെ നടക്കും. നമുക്ക് പ്രതീക്ഷിച്ച് നോക്കാം. നിങ്ങളെപ്പോലെ ഞാനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആകാംക്ഷയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അത് നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പരിപാടി എങ്ങനെയാണുള്ളത്. എവിടെ ചെന്നാലും മലയാളികൾ ഉണ്ടാവുമെന്ന് പറയാലോ. അതേപോലെ തന്നെ അബുദാബിയിലെത്തിയാലും മലയാളികൾ സംഘടിപ്പിക്കുന്ന ഒരു ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത് നാഷണൽ ഡേ. അപ്പോൾ അത് കാണിക്കാനാണ് ഇനി പോകുന്നത്. ഇക്കാണുന്ന ജനങ്ങളൊക്കെ നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ഇത് ഓരോ നാട്ടിലെയും അഥവാ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളുള്ള മലയാളി കൂട്ടായ്മ KMCC നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു റാലിയാണ്. അല്ലെങ്കിൽ UAEയിലുള്ള ജനങ്ങളെല്ലാവരും കൂടിയിട്ട് കോഴിക്കോടും കണ്ണൂർ കാസർഗോഡ് മുതൽ എല്ലാ ജില്ലയിലുള്ള ജനങ്ങളും കൂടി ഒന്നുകൂടിയിട്ട് അവരുടെ ഒരു ശൈലിയും അവരുടെ ഒരു അവതരണ ശീലവും കൊണ്ട് ഇവിടെ അവരെ വരവേൽക്ക് നമ്മൾ ഇനീഷ്യലായിട്ട് നമുക്ക് കാണാം നല്ല ഭംഗിയിൽ തന്നെ ഒരാൾ പന്തം കറക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഇൻട്രോ, ഒരു മെയിൻ എൻട്രി ആണ് നമ്മളുടെ KMCCയുടെ എല്ലാ ഭാരവാഹികളും ഇവിടെ ഒന്നിച്ച് എല്ലാവരുടെയും കൂടെ നിന്നുവിട്ട് ഇവിടെ നമുക്കൊരു അബുദാബി, നമുക്ക് അന്നം തരുന്ന അബുദാബിക്ക് വേണ്ടി അല്ലെങ്കിൽ UAEക്ക് വേണ്ടി UAEയിലുള്ള KMCC അഥവാ അബുദാബിയിലുള്ള KMCC തുടക്കത്തിൽ തന്നെ അവർ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റാലിയിലൂടെ നടക്കുന്ന ജനങ്ങളുടെ മുന്നിൽ അവരാണ്. അതിനുശേഷം ഓരോ ജില്ലാ വൈസിൽ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ പല കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മലപ്പുറം ജില്ല, പിന്നെ അതിൻ്റെ പിന്നിൽ പല ജില്ലകളായിട്ട് അവരുടെ ഓരോ ജില്ലകളും അനുസരിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവരവരുടെ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്നത്. ഇത്രയും ജനങ്ങൾ ഇതൊക്കെ മലയാളികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോരുത്തരും അവരെ കൾച്ചറും അവരുടെ പാഷനും അവരുടെ പ്രൊഫഷനും ഇന്ന് പലർക്കും ജോലി ഉണ്ടായിട്ട് പോലും അവർ ലീവ് എടുത്ത് കഫ്തീരക്കാരായിക്കോട്ടെ അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ശേഷം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഒരു ഐക്യമത്യ മഹാബലം. ഇത്രയും ജനങ്ങൾ നമ്മളെ കേരളക്കാരാണ്, കേരളത്തിനൊരു അഭിമാനമാണ്. ഒരു അബുദാബി എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്ന ഒരു ജനസമൂഹത്തെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തന്നെ ഇത് വിശ്വസിക്കാനാണെന്നല്ല. നമ്മൾ വിചാരിക്കുന്നത് ഒരു ചെറിയൊരു സംഘം മാത്രമേ ഇവിടെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ അത് മാത്രമൊന്നുമല്ല, നല്ല രീതിയിൽ തന്നെ മലയാളികളെ കൊണ്ട് ഒരു കുത്തൊഴുക്ക് തന്നെയാണുള്ളത്. എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ അബുദാബിയിൽ നിന്നൊരു കല്ലെടുത്ത് മേലോട്ടെറിഞ്ഞാൽ വീഴുന്നത് ഒരു മലയാളിയുടെ തലയിലായിരിക്കും. അങ്ങനെ തന്നെയാണ് നമ്മളെ ഈ നാടിനെയും ഈ നാടിനെ അത്രക്കും അവർ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മലയാളികളുടെ സ്നേഹം നമ്മളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ കോൽക്കളിയും ഒപ്പനയും അങ്ങനെ പലതരം പരിപാടി. ഇതിൻ്റെ പിറകിൽ പെണ്ണുങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, യാത്ര നടത്തുന്നുണ്ട്, റാലി നടത്തുന്നുണ്ട്.
നമ്മുടെ സ്വന്തം നാടായ കോഴിക്കോട് ജില്ലയിലെ ഒരു ഐക്യത്തെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. എൻ്റെ നാടും എൻ്റെ നാട്ടുകാരും ഒരുമിച്ച് കൂടുന്ന ഒരു ഐക്യം അത് അബുദാബിയിലുണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ. അപ്പോൾ ഈ നാട്ടുകാരുടെ ഒരു സംഗമം തന്നെയാണ് ഇവിടെ ഉള്ളത്, നമ്മളെ നാട്ടുകാരെ. അതിനുശേഷം പാലക്കാടൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെ നാട് എവിടെയാണ് അത് കാണുമ്പോൾ നമുക്ക് വേറെ തന്നെ ഒരു കുളിർമയാണ്. അങ്ങനെ നമ്മുടെ നാട്ടുകാരെ നമ്മൾ കണ്ടുപിട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ മുഹമ്മദ് കെയും യാസർ കെയും ഗഫൂർ കെയും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവരുടെ ഈ പരിപാടിയിൽ ഒത്തുചേർന്നിട്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് ടീമാണ് ഇവിടെ ഉള്ളത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റും ഓരോ ഡിപ്പാർട്ട്മെൻ്റായിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കേരളത്തിൻ്റെ അങ്ങോളമുള്ള ഇങ്ങോളം വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെ ജനങ്ങളും കൂടിയിട്ടാണ് ഇവിടെ ഒത്തുകൂടിയത്. നമ്മുടെ കേരളത്തിൻ്റെ പൗരമാണ് നിങ്ങൾക്ക്. പിന്നെ ഇവിടുത്തെ എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് കാണുന്നതാണ് മക്കളെ KMCCയിലെ പെൺപടകൾ, പെൺപുലികൾ എങ്ങനെയും പറയാം. അപ്പോൾ അതിനുശേഷം അവസാനത്തെ ഒരു ടീമായിട്ട് അവരും എത്തി. ലാസ്റ്റ് ഇവിടെ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് എന്ത് ചെയ്ത് ഇവരിത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ റാലി കഴിഞ്ഞ ഉടനെയാണ് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മൾ അങ്ങനെ നാട്ടുകാരെ കണ്ടുപിട്ടിട്ടിരിക്കുകയാണ്. ഹായ്, ഹലോ. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നല്ല കിടിലം പോലത്തെ തകർപ്പൻ പൊട്ടായിരിക്കും. അത് എയർ ഷോ നമുക്ക് കിട്ടിയിട്ടില്ല, അതിൻ്റെ പകരമായിട്ട് പൊട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നമ്മൾ കാത്തുനിന്ന, നമ്മൾ പ്രതീക്ഷിച്ച് നിന്ന, നമ്മൾ ആഗ്രഹിച്ച, നമ്മളുടെ ആവേശമായ ഒരു പൊട്ട് ഇതാ തുടങ്ങിയിരിക്കുന്നു. ഒരു 1.5 പൊട്ട, പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല, അതിൻ്റെ അപ്പുറമാണ് കാഴ്ചകൾ. ഇവിടുന്ന് ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോഴാണ് ഇവിടുന്ന് അടിപൊളി പൊട്ട്. നമ്മൾ മുന്നോട്ട് നീങ്ങുന്തോറും ഇതിൻ്റെ ഭംഗി കാണുമ്പോൾ അത്രയും മനോഹാരിത പല സ്ഥലങ്ങളിൽ നിന്ന്, അഥവാ അബുദാബിയിലുള്ള കോർണിഷിൽ നിന്നാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തി കാണിച്ചു തരുന്നത്. അപ്പം അത്രയും നല്ല രസകരമായ ഒരു ഫയർ ക്രാക്കേഴ്സ് എന്ന് പറയാം. നമ്മൾ പറയാൻ ആകാശപ്പോയിട്ടുള്ള ആകാശപ്പൊട്ട്. അപ്പം അത്രക്കും ഭംഗിയും അത്രക്കും രസകരമായ കാഴ്ചകളാണ്. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന്, പല ഏരിയകളിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കുറച്ച് മുന്നോട്ട് പോയിട്ടും പിന്നെ മെയിൻ എൻട്രൻസിൽ നിന്നും മെയിൻ ഏരിയ ഒന്നല്ല രണ്ടല്ല പലതരം പല വെറൈറ്റീസ് ഓഫ് പൊട്ടുകൾ എന്നെല്ലാം പറയാം. ഏത് ഭാഷയിലാണ് നമ്മളൊരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പം ആ രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നടക്കുന്നത്. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ ഭംഗി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളും അബുദാബിക്ക് വരുന്നതാണെങ്കിൽ, അഥവാ നിങ്ങൾ അബുദാബിക്ക് കാണാൻ വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ എത്തണം. കോർണിഷിൽ അഥവാ നാഷണൽ ഡേയിന് അബുദാബിയിലെ കോർണിഷിൽ വന്നിട്ട് തന്നെ നാഷണൽ ഡേ ആഘോഷിക്കണം. ഈ വർഷം ഫയർ ഷോ മാത്രമേ ഉള്ളൂ, പക്ഷേ എയർ ഷോ ഇല്ല. അത് പറയാം. ഫയർ ക്രാക്കേഴ്സിനെ കൊണ്ട് അത്രക്കും ഭംഗിയിൽ നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, അത്രക്കും ഭംഗിയെന്ന് പറയാം. കോർണിഷ് റോഡിൻ്റെ വശത്ത് നിന്ന് നോക്കുന്ന ജനങ്ങളാണ് നിങ്ങളിപ്പം കാണുന്നത്.
അത്രക്കും ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. കാരണം ഏത് ദിശയിലേക്ക് നോക്കിയാലും അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും നമുക്ക് ഇത്രക്കും ജനങ്ങളുടെ ഒരു ലോകം തന്നെ. പിന്നെ ഒരു രക്ഷയില്ല. ഇതിൻ്റെ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ ഇതിൽ ക്യൂരിയോസിറ്റി ആയിട്ട് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് അബുദാബി നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് UAEയിലുള്ള നാഷണൽ ഡേ എന്നുള്ള ഒരു അടിപൊളി പൊട്ടാണ്. അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇവിടെ തടിച്ചു കൂടിയത് കാണാൻ വേണ്ടിയായിരുന്നു. ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഇനി അടുത്തൊരു നല്ല കിടലം പോലത്തെ ഒരു ട്രാവലിംഗ് വ്ലോഗ് വരാണ്ട്, ഒമാൻ ട്രിപ്പും കാര്യങ്ങളിലായിട്ടുള്ള. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് യുവർ സുഫീൽ സുലൈമാൻ ഫ്രം ഓൺ വ്ലോഗ്സ്. ബൈ ബൈ. See you in the next video.